ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജൂഡ് സി വർഗീസ്, പാനായിക്കുളം ലിറ്റിൽ ഫ്ലവർ ഇടവകാംഗമാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പുസ്തകത്തെക്കുറിച്ചാണ്. ദൈവകൽപ്പനകൾ എന്നുള്ളതാണ് നമ്മളുടെ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം ദൈവകൽപ്പനകളെയാണ് നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ 1ഉം 2ഉം പാഠങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവകൽപ്പനകൾ എന്നുള്ളത്. ഈ പ്രമാണങ്ങൾ അനുസരിക്കുക വഴി നമ്മൾ ജീവനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പാഠത്തിന്റെ പേര് വരുന്നത് പ്രമാണങ്ങൾ ജീവനിലേക്കുള്ള വഴി എന്നാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ ഒത്തിരി നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. ഇപ്പോൾ ചില നിയമങ്ങൾ എഴുതിയിട്ടുള്ള നിയമങ്ങളാണ്, ചിലത് എഴുതാത്ത നിയമങ്ങളാണ്. നമ്മളിപ്പോൾ റോഡിലേക്ക് പോകുമ്പോൾ, റോഡിലൂടെ നടക്കുമ്പോൾ, റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കൊരു വീഡിയോ കണ്ട് നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താ ഈ ബോർഡ്? ചുവപ്പ്, മഞ്ഞ, പച്ച. ഇത് അണ്ണാരക്കണ്ണന്റെ വീടാ. പോ മണ്ടൂസേ. ഇതോ? ഇത് സിഗ്നൽ ലൈറ്റ് അല്ലേ? സാധാരണ സിഗ്നൽ ലൈറ്റുകൾ പ്രകാശിക്കാറുണ്ടല്ലോ. ശരിയാണല്ലോ, ഇതെന്തോ ബോർഡാണ്. അതെ, ശരിയാ. ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? നമുക്കേ ആ പോലീസ് അങ്കിളിനോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്കിൾ പോലീസാണോ? അല്ലല്ല, ഞാൻ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടറാണ്. എന്താ, എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അങ്കിൾ, എന്തിനാ ഈ ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്? എന്തിനാ ഈ 3 നിറങ്ങൾ? നിങ്ങൾ സിഗ്നൽ ലൈറ്റ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതുപോലെ അപകടം ഒഴിവാക്കുന്നതിനാണ് ഈ സിഗ്നൽ ബോർഡ്. അപ്പോൾ ഈ നിറങ്ങളോ? ആ, ചുവപ്പ് നിൽക്കാനും പച്ച നീങ്ങാനും. അപ്പോൾ മഞ്ഞയോ? മഞ്ഞ നോക്കാൻ. നിൽക്കൂ, നോക്കൂ, നീങ്ങൂ. ഹായ്, നിൽക്കൂ, നോക്കൂ, നീങ്ങൂ. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുകയുണ്ടായി. നിർത്തുക, തയ്യാറാകുക, മുന്നോട്ട് പോകുക. അപ്പോൾ ശ്രദ്ധിക്കൂ, ദൈവ കൽപ്പനകൾ അനുസരിക്കൂ, സ്വർഗയാത്ര സുരക്ഷിതമാക്കൂ. നമ്മൾ കാരുണ്യപ്രവൃത്തികൾ നമുക്കറിയാവുന്നതാണ്. കാരുണ്യപ്രവൃത്തികൾ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾക്ക് മുൻപിൽ വയ്ക്കുന്നു. നിയമത്തിന്റെ ഉത്ഭവം വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിയമത്തിന്റെ ഉത്ഭവം ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ കൽപ്പനയാണ്. അപ്പൊ നിയമത്തിൽ 2 തരത്തിൽ നമ്മൾ കാണാം. അരുത് എന്നുള്ളതും ചെയ്യണം എന്നുള്ളതും. ഡൂസ് ആൻഡ് ഡു നോട്ട്സ്. ഡൂസ് ആൻഡ് ഡു നോട്ട്സ്. നമ്മൾ 10 കൽപ്പനകളിലേക്ക് കടക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന്റെ നാമം വൃഥ പ്രയോഗിക്കരുത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പൊ ആദ്യത്തെ 2 കൽപ്പന അരുത് എന്ന് പറയുമ്പോൾ 3-ാമത്തെ കൽപ്പന ആചരിക്കണം.
ഡൂസ് എന്ന ഇതിലാണ് വരുന്നത്. നമുക്ക് 10 കൽപ്പനകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണാം. Moses, I give to you the way to live. I give to you my 10 commandments. Remember them. Teach them. Teach them for the rest of time. I am the Lord your God. You shall have no other gods before me. You shall not worship false gods. You shall never take my name in vain. You shall keep the Sabbath day holy. Honor your father and your mother. You shall not murder. You shall not commit adultery. You shall not steal. You shall not lie. You shall never want what belongs to others. Thank you, God. Thank you. നമ്മൾ 10 പ്രമാണങ്ങൾ കണ്ടു. ദൈവമായ കർത്താവ് മോശയ്ക്ക് ആണ് ഈ 10 കൽപ്പനകൾ നൽകുന്നത്. ഈ 10 കൽപ്പനകൾ ആർക്കാണ് ദൈവം നൽകിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം നൽകിയത്? ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടാണ് 10 കൽപ്പനകൾ നൽകുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേൽ ജനം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ആ ഇസ്രായേൽ ജനത്തോടാണ് ദൈവം ഉടമ്പടി ചെയ്ത് തന്റെ സ്വന്തം ജനമാക്കി മാറ്റിയത്. ആ ഇസ്രായേൽ ജനത്തിനെ സ്വന്തം ജനമാക്കി സംരക്ഷിക്കുന്നതിന് ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളാണ് ഈ 10 കൽപ്പനകൾ. അത് ദൈവത്തിന് അവരോടുള്ള അനന്തമായ സ്നേഹത്തിന്റെ അടയാളമാണ്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനും നമ്മളെ നിയമം സഹായിക്കുന്നു. നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനും ഈ നിയമങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നമ്മൾ എറണാകുളത്ത് നിന്ന് പറവൂർക്ക് പോവുകയാണെങ്കിൽ പല സ്ഥലത്തും നമ്മൾ ദിശാസൂചകങ്ങൾ നോക്കി ആ നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മൾ പോകും. അതല്ല, നമ്മളത് അവഗണിച്ച് സഞ്ചരിക്കുകയാണെങ്കിലും ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. എന്ന് പറയുന്നത് പോലെയാണ് ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മളെ നിയമങ്ങൾ സഹായിക്കുന്നു. ഒരിക്കൽ ഒരു ധനികനായ യുവാവ് യേശുനാഥനെ സമീപിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ യേശുനാഥൻ അയാൾക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്? ജീവനിൽ പ്രവേശിക്കാൻ അപേക്ഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അപ്പൊ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ദൈവകൽപ്പനകൾ എന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കാറുണ്ടോ? നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇത് കാണുന്നത്. അപ്പോ
ദൈവം ഓരോ വ്യക്തികൾക്കും പ്രത്യേകം നിയമങ്ങൾ നൽകുന്നത് നമ്മൾ വചനത്തിൽ കാണുന്നു. എന്നാൽ സമൂഹത്തിന് മൊത്തമായിട്ട്, ദൈവജനത്തിന് മുഴുവനായിട്ട് നൽകിയ നിയമമാണ് 10 കൽപ്പനകൾ. ഈ ഇസ്രായേൽ ജനമാണ് ദൈവജനം. എന്നാൽ ഇന്ന് കർത്താവിന്റെ സഭ, പുതിയ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന തിരുസഭയാണ്. തിരുസഭയ്ക്കാണ് ഇന്ന് ഈ കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ മോശ കത്തുന്ന മുൾപ്പടർപ്പിനടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു കൽപ്പനയുണ്ട്. അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് ദൈവകൽപ്പനകൾ. നമുക്കൊരു പാട്ട് പാടിയാലോ? നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമാണോ? അത് ഞാൻ പാടിത്തരാം. നിങ്ങൾ അത് കേട്ട് എന്നോടൊപ്പം ചേർന്ന് പാടുക. 10 പ്രമാണങ്ങളുണ്ട്. പാടിയേ. 10 പ്രമാണങ്ങളുണ്ട് നിത്യജീവനിലേക്ക് നയിക്കാൻ കാരുണ്യവാനായ ദൈവം മർത്യരക്ഷയ്ക്കായി ഇത് നൽകി. 10 പ്രമാണങ്ങളുണ്ട്. പാടിയേ. 10 പ്രമാണങ്ങളുണ്ട് നിത്യജീവനിലേക്ക് നയിക്കാൻ കാരുണ്യവാനായ ദൈവം മർത്യവംശത്തിനായി ഇത് നൽകി. ഒന്നുകൂടി പാടിയേ. 10 പ്രമാണങ്ങളുണ്ട് നിത്യജീവനിലേക്ക് നയിക്കാൻ കാരുണ്യവാനായ ദൈവം വംശത്തിനായി ഇത് നൽകി. നമുക്ക് ഒരുമിച്ച് പാടാം. 10 പ്രമാണങ്ങളുണ്ട് നിത്യജീവനിലേക്ക് നയിക്കാൻ കാരുണ്യവാനായ ദൈവം വംശത്തിനായി ഇത് നൽകി. പാടിയാ? ഒന്നുകൂടി പാടിയേ. 10 പ്രമാണങ്ങളുണ്ട് നിത്യജീവനിലേക്ക് നയിക്കാൻ കാരുണ്യവാനായ ദൈവം മർത്യവംശത്തിനായി ഇത് നൽകി. പഠിച്ച? എന്നാൽ ഈ 10 പ്രമാണം 2 കൽപ്പനയിൽ സംഗ്രഹിക്കാം. പാടിയേ. എന്നാൽ ഈ 10 പ്രമാണം 2 കൽപ്പനയിൽ സംഗ്രഹിക്കാം. ദൈവത്തെ സ്നേഹിക്കയാദ്യം, ഒപ്പം സ്വന്തം അയൽക്കാരനെയും. ദൈവത്തെ സ്നേഹിക്കയാദ്യം, ഒപ്പം സ്വന്തം അയൽക്കാരനെയും. ഒന്ന് പാടിയേ. എന്നാൽ ഈ 10 പ്രമാണം 2 കൽപ്പനയിൽ സംഗ്രഹിക്കാം. ദൈവത്തെ സ്നേഹിക്കയാദ്യം, ഒപ്പം സ്വന്തം അയൽക്കാരനെയും. പാട്ടിഷ്ടായ? അപ്പൊ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് ദൈവകൽപ്പനകൾ. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നു. ഇപ്പൊ ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ളതാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ 3 കൽപ്പനകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ്. തുടർന്ന് വരുന്ന 7 കൽപ്പനകളും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മുറിയാതിരിക്കാനായിട്ടുള്ള കൽപ്പനകളാണ്. നമ്മൾ നേരത്തെ കണ്ടു, ദൈവം ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായിട്ട് തെരഞ്ഞെടുത്തു. ആ ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഉടമ്പടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ദൈവകൽപ്പനകൾ നൽകിയത്. നമ്മൾ കണ്ടതാണ്. ക്രിസ്തീയ വിശ്വാസിക്ക് 3 തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവിക നിയമങ്ങളുണ്ട്, രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട്, സഭാ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ
ആഹാരം കഴിക്കുന്നതിന് മുൻപ്, ഇപ്പൊ നിങ്ങൾ 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്, മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചിലപ്പോഴൊക്കെ കൈ കഴുകാൻ മറന്നു പോകും. അപ്പോൾ നമ്മളുടെ അപ്പച്ചനും അമ്മച്ചും എന്ത് പറയും? കൈ കഴുകിയ എന്ന് ചോദിക്കും. ഉടനെ അത് ഓർക്കുകയും നമ്മൾ പോയി കൈ കഴുകിയിട്ട് വരികയും ചെയ്യും. ഇപ്പൊ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആരോഗ്യശീലങ്ങളിലെല്ലാം വളരെ കൃത്യത പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആഹാരത്തിന് മുമ്പ് നമ്മൾ കൈ കഴുകുന്നു, ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ വായും കൈയും ഒക്കെ കഴുകുന്നു. അതേപോലെ തന്നെ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു, നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ സ്വാഭാവിക നിയമങ്ങൾ നമ്മൾ ഒത്തിരി പാലിക്കുന്നുണ്ട്. അതിനകത്ത് പലതും ലിഖിത നിയമങ്ങളല്ല, പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. രാഷ്ട്ര നിയമങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യൻ പീനൽ കോഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോലീസുകാരെല്ലാം ഉള്ളത് ഈ നിയമം പാലിക്കാനായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരുള്ളത്. അതേപോലെ തന്നെ നിയമം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ടാണ് കോടതികളുള്ളത്. ഇപ്പോൾ നമുക്കൊരു നിയമം നടത്തി കിട്ടിയില്ല എങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും. നമ്മളുടെ ഓരോ പൗരന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കോടതിയെ സമീപിക്കാറുണ്ട്. അതേപോലെ വരുന്നതാണ് സഭാ നിയമം. ഈ സഭാ നിയമങ്ങളുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് 10 പ്രമാണങ്ങളാണ്. അപ്പോൾ ഈ 10 പ്രമാണങ്ങളെ അധികരിച്ചുകൊണ്ടാണ്, ഈ 10 പ്രമാണങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സഭാ നിയമങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് സ്വാഭാവിക നിയമങ്ങളുണ്ട്, രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട്, സഭാ നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരു 3 തല നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇസ്രായേലിന് 10 കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? ഇസ്രായേലിന് 10 കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് ദൈവം എന്താണ് ചെയ്തത്? ദൈവം അവരെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു. എന്നിട്ട് ദൈവം ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചു. അപ്പോ ഉത്തരം പറഞ്ഞ്, ഇസ്രായേലിന് 10 കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? ദൈവം ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചു. എല്ലാവരും പറഞ്ഞ ഒരിക്കൽ കൂടി പറഞ്ഞ്, ഇസ്രായേലിന് 10 കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? ദൈവം ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചു. ഇനി 10 കൽപ്പനകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് കൽപ്പനകൾ. അപ്പൊ എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം, അത്രയ്ക്ക് അഗാധമായിട്ടുള്ള സ്നേഹം. അവരെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, അവരൊരിക്കലും ദൈവത്തിന് നഷ്ടപ്പെടാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം ഈ 10 കൽപ്പനകൾ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് പാപം? അപ്പോൾ നേരെ കിടക്കുന്നതാണ്, ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. നമ്മൾ ദൈവപ്രമാണങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്തു എന്ന് പറയാം. അപ്പോ ഇനി നിങ്ങൾ പാപം ചെയ്യോ? ദൈവപ്രമാണങ്ങൾ അനുസരിക്കോ? വെരി ഗുഡ്. നോക്ക്, എന്താണ് പാപം? ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. ഇതേപോലെ തന്നെയാണ് ദൈവസ്നേഹത്തിന്റെ നിരാസവും പാപമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മൾ വിനിയോഗിച്ചില്ല എങ്കിൽ അതൊരു പാപമായിട്ട് ഭവിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ പെൻസിലില്ല, നമ്മളുടെ കയ്യിൽ 2 പെൻസിലുണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ ഒരു പെൻസിൽ ആ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്, നമ്മൾ അത് വിനിയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പാപമായിട്ട് ഭവിക്കും. അപ്പോൾ നന്മ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കണം. ദൈവപ്രമാണങ്ങൾ ലംഘിക്കാൻ പാടില്ല. അപ്പോ നമ്മൾ വിശുദ്ധരെ പോലെയാകും. ഇനി ഈ പാഠത്തെ അധികരിച്ച് നമുക്കൊരു ചെറിയ പ്രവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രവർത്തനം നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഉൽപ്പത്തിയും പുറപ്പാടിൽ നിന്നും, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നും ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ കടന്നുപോയി. ഇപ്പൊ ഉൽപ്പത്തിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, അബ്രാഹത്തെ വിളിക്കുന്നതെല്ലാം ഉൽപ്പത്തിയിലാണ്. എന്നാൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ വെച്ചിട്ടാണ് സീനായി ഉടമ്പടി, അവിടെ വെച്ചിട്ടാണ് മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ നൽകുന്നത്, ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോ ഈ 2 പുസ്തകത്തിൽ നിന്ന് ശരിക്കും വായിച്ചതിന് ശേഷം ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവപ്രീതിക്ക് പാത്രമായിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ കണ്ടെത്തി ഒന്ന് എഴുതിക്കൊണ്ടുവരണം. അത് നിങ്ങൾ എഴുതിക്കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇനി ക്ലാസ്സുകളെല്ലാം തുറന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ ടീച്ചറിനെ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കണം. നമ്മളുടെ മതബോധന ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചറിനെ ഈ പ്രവർത്തനം ചെയ്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് CEP-യിൽ നമ്മൾക്ക്
പ്രത്യേകമായിട്ടുള്ള പരിഗണന ലഭിക്കും. നമുക്കൊരു പ്രാർത്ഥന ചൊല്ലിയാലോ? നമുക്ക് കൈകൂട്ടി പിടിക്കാം, കണ്ണുകളടച്ച്. സ്നേഹനിധിയായ ദൈവമേ, സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ സന്തോഷത്തോടെ പാലിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. ഒരിക്കൽ കൂടി ചൊല്ലിയേ, സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ സന്തോഷത്തോടെ പാലിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. ആമേൻ. നമ്മളിപ്പോ നിയമത്തെ കുറിച്ചാണ് പഠിച്ചത്. ഞാനൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി, എന്താണിത്? നിങ്ങൾക്കറിയാവോ? ഇത് ഒരു ബാസ്കറ്റ് ബോളാണ്. ഓക്കെ, ബാസ്കറ്റ് ബോൾ. നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒത്തിരി കുട്ടികൾ നല്ല ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ് ആയിരിക്കും. നമ്മൾ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ ബാസ്കറ്റ് ബോൾ കളിക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഡിയുടെ പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ് കിട്ടും. ഡിയുടെ അകത്ത് നിന്ന് ഷൂട്ട് ചെയ്താൽ 2 പോയിന്റ്. ഇനി നമ്മൾ ബാക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാലോ അത് ഫൗളായിട്ട് മാറും. ബാക്ക് പാസ്, ബാക്ക് സെൻട്രൽ ലൈനിന് പിറകിലേക്ക് നമ്മൾ പാസ് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നു. നിങ്ങളെല്ലാം നല്ല ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരിക്കും. ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? ഫുട്ബോൾ കളിക്കുമ്പോഴും ഒത്തിരി നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. ഓഫ്, അല്ലെങ്കിൽ നമ്മൾ ഫൗൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞക്കാർഡും ചുവന്ന കാർഡും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് അത് നമ്മൾക്ക് ആസ്വാദ്യമായിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറുണ്ട്, ഒളിച്ചു കളി. ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ ഒരാൾ നിന്നിട്ട് എണ്ണും, അടുത്ത ആൾക്കാരെല്ലാം ഒളിക്കും. ഈ എണ്ണുന്നയാള് കണ്ണു തുറന്നു പിടിച്ചാണ് എണ്ണുന്നതെങ്കിലോ ആ കളി ആസ്വാദികരമാകും. അപ്പൊ അതേപോലെയാണ് നിയമങ്ങൾ. നമുക്ക് ജീവിതത്തിൽ ഒത്തിരി നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ നമ്മള് രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഇത് ആദ്യത്തെ കൽപ്പനയെ അധികരിച്ചിട്ടുള്ള ഒരു പാഠമാണ്, ഏകദൈവം. നമ്മള് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊരു ബൈബിളിലെ ഒരു സംഭവം വീഡിയോ രൂപത്തിൽ കണ്ടുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇസ്രായേലിൽ രാജാക്കന്മാര് ഉണ്ടായി. ആദ്യത്തെ ഇസ്രായേലിന്റെ രാജാവാരാണ്? സാവൂൾ രാജാവാണ് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്. അപ്പോൾ അതിനുശേഷം ദാവീദ് രാജാവ്, സോളമൻ രാജാവ്, അങ്ങനെ വന്നിട്ട് ആഹാബ് രാജാവ്. ആഹാബ് എന്ന് പറയുന്ന ഒരു രാജാവാണ്. അദ്ദേഹം സീദോൻ രാജാവിന്റെ മകളായ ജസബലിനെ വിവാഹം കഴിച്ചു. ഓക്കെ, അത് ഒരു പേഗൻ കൾച്ചറിലേക്കാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത്. വിജാതീയ കൾച്ചറിലേക്കാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോ ഈ ആഹാബ് രാജാവ് ജസബലിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരാളെ കൂടി കൂട്ടിന് കൂട്ടി. ആരാണത്? ബാൽദേവൻ. അതായത് ഈ കാനാന്യരുടെ സമ്പൽ സമൃദ്ധിയുടെ ദേവനാണ് ബാൽദേവൻ. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന്, അല്ലെങ്കിൽ ഈ ആഹാബ് രാജാവ് വിശ്വസിച്ചു ഈ സമ്പൽ സമൃദ്ധിയുടെ എല്ലാം കാരണം ബാൽദേവനാണെന്ന് വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇസ്രായേൽക്കാരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഈ ബാൽദേവനെ ആരാധിക്കുക. അപ്പോ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമുക്ക് ഒരു വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതൊക്കെ നമുക്ക് നാളെ കാണാം. ഇസ്രായേൽക്കാരെല്ലാം പിറ്റേന്ന് കാർമൽ മലയിൽ വന്നു ചേർന്നു. ബാലിന്റെ പുരോഹിതരും പ്രവാചകന്മാരുമെല്ലാം വന്നിരുന്നു. അവർ ഏകദേശം 850 പേരോളം ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള ദൈവങ്ങളെ നിങ്ങൾ എത്ര നാളാണ് ആരാധിക്കുവാൻ പോകുന്നത്? എത്ര നാളാണ് ഇങ്ങനെ മനസ്സുമാറി നിങ്ങൾ കഴിയുന്നത്? കർത്താവാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക, എന്നാൽ ബാലാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനെ അനുസരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. കർത്താവിന്റെ പ്രവാചകനായി ഞാൻ മാത്രമേയുള്ളൂ, പക്ഷേ ബാലിന് 850 കൂടുതലും. രണ്ട് കാളകളെ കൊണ്ടുവരൂ, ഓരോന്നിനെയും ഓരോ ബലിപീഠത്തിൽ വെക്കൂ. പക്ഷേ തീ കൊളുത്തരുത്. ബലിയർപ്പണത്തിനായി അഗ്നി ആരാണ് അയച്ചു തരുന്നത്, അവനായിരിക്കും യഥാർത്ഥ ദൈവം. അത് നല്ല ഉപായമാണ്. അതെ, ആരാണ് യഥാർത്ഥ ദൈവമെന്ന് ഇന്നറിയാൻ പറ്റും.
അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അയാൾ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നമ്മൾ തോറ്റുപോയെങ്കിൽ? അതെ, എനിക്ക് പേടി തോന്നുന്നു. തോറ്റാൽ രാജാവ് മിക്കവാറും നമ്മെ കൊല്ലും. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? കാളകളെ കൊണ്ടുവരൂ. ബാലാണ് യഥാർത്ഥ ദൈവമെന്ന് നിങ്ങൾ തെളിയിക്കൂ. ഏലിയ വളരെ ആത്മവിശ്വാസത്തിലാണല്ലോ. ബാലിന്റെ പുരോഹിതരെ നോക്കൂ, അവർ ഇല പോലെ നിന്ന് വിറയ്ക്കുന്നു. ശരി, ഇവിടെ ബാലിന്റെ 850ഓളം പുരോഹിതന്മാരുണ്ടല്ലോ. അവരാദ്യം തുടങ്ങട്ടെ. കാളകളെ കൊണ്ടുവരൂ. ബാലിന്റെ പുരോഹിതന്മാർ ബലിപീഠം തയ്യാറാക്കി വിറക് നിരത്തി കാളയെ അറുത്ത് ബലിപീഠത്തിൽ വെച്ചു. അവരുടെ ദൈവമായ ബാലിനെ ഉറക്ക വിളിച്ചു തുടങ്ങി. ബാൽദേവ, അഗ്നി അയച്ചു തരൂ. അഗ്നി അയക്കൂ ബാൽദേവ, അഗ്നി അയക്കൂ. അഗ്നി 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 അയച്ചു തരൂ. അഗ്നി 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 ബാൽദേവ, അഗ്നി 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 ബാൽദേവ. എന്റെ ദേവ, ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. എന്തു പറ്റി? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഉറക്കെ വിളിക്കൂ. ദേവൻ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോയിരിക്കുകയായിരിക്കും. ഉറക്കെ വിളിക്കൂ. പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും ഉറക്ക വിളിച്ച് നൃത്തം ചെയ്ത് ബാൽദേവനോട് യാചിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ അവർ ഉറക്ക വിളിച്ചിട്ടും മറുപടി ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ദേവൻ അഗ്നി അയക്കാത്തത്? അത് ഇനി ബാൽ യഥാർത്ഥ ദൈവമല്ലാത്തത് കൊണ്ടാണോ? ഏലിയായുടെ ദൈവം അഗ്നി അയക്കുമോ എന്ന് നമുക്ക് നോക്കാം. അവസാനം ഏലിയ ആൾക്കാരെ ബലിപീഠത്തിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. അയാൾ ബലിപീഠമൊരുക്കി. അയാൾ വിറകടുക്കി കുറച്ച് കല്ലെടുത്ത് ബലിപീഠത്തിന് ചുറ്റും വെച്ചു. എന്നിട്ട് വളരെ വിചിത്രമായൊരു കാര്യം ഏലിയ ചെയ്തു. കാളയുടെയും വിറകിന്റെയും പുറത്ത് വെള്ളമൊഴിക്കാൻ ഏലിയ ആവശ്യപ്പെട്ടു. എന്ത്? ബലിപീഠത്തിന്റെ പുറത്ത് വെള്ളമൊഴിക്കാനാണോ അദ്ദേഹം ആവശ്യപ്പെടുന്നത്? വെള്ളമൊഴിച്ചാൽ പിന്നെ ആ വിറക് എങ്ങനെയാണ് കത്തുക? അയാൾ വിഡ്ഢിയാണ്. ബാൽ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ദൈവം അഗ്നി അയക്കുക? ഏലിയ പറഞ്ഞതുപോലെ ആളുകൾ ചെയ്തു. അവർ കാളയുടെയും വിറകിന്റെയും പുറത്ത് വെള്ളമൊഴിച്ചു. എല്ലാം വെള്ളം കൊണ്ട് നനഞ്ഞു. ബലിപീഠം മുഴുവൻ വെള്ളത്താൽ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലിയ മുമ്പോട്ട് വന്ന് മെല്ലെ പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ, നീയാണ് യഥാർത്ഥ ദൈവമെന്നും ഞാൻ നിന്നെ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും നീ തെളിയിക്കൂ. നിന്റെ ശക്തി ഈ ബലഹീനർക്ക് കാണിച്ചു കൊടുക്കൂ. നീയാണ് സത്യമായ ദൈവമെന്ന് ഇവർ കാണട്ടെ. ഏലിയ തന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ബലിപീഠം തീയാൽ മൂടപ്പെട്ടു. തീയെല്ലാം വിഴുങ്ങുകയും ചെയ്തു. എല്ലാം കത്തിത്തീരുകയും ചെയ്തു. ചാലിലെ വെള്ളം പോലും വറ്റിത്തീർന്നു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോയ ആളുകൾ എല്ലാവരും സാഷ്ടാംഗം നിലത്തു വീണു. കർത്താവ് തന്നെയാണ് ദൈവം. കർത്താവ്, അവൻ തന്നെയാണ് യഥാർത്ഥ ദൈവം. ക്ഷമിക്കൂ കർത്താവേ, നീ തന്നെയാണ് യഥാർത്ഥ ദൈവം. എന്ത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോളൂ. ബാലിന്റെ പുരോഹിതരെ എല്ലാം പിടിക്കൂ. ഒരാളും രക്ഷപ്പെടരുത്. കൊല്ലവരെ, എല്ലാവരെയും കൊല്ലൂ. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതൊക്കെ നമുക്ക് നാളെ കാണാം. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോ ഈ വീഡിയോയിൽ കണ്ടത് എന്താണ്? ആഹാബ് രാജാവ് ബാൽദേവനെ ആരാധിക്കാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോ ഏലിയ പ്രവാചകൻ കർത്താവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഈ ആഹാബ് രാജാവിനെ പോയി കണ്ടിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഈ ബാൽദേവനെ ആരാധിക്കാനായിട്ട് പറ്റില്ല. അപ്പോ ബാൽദേവന്റെ പുരോഹിതന്മാരെ ഈ ഏലിയ പ്രവാചകൻ വെല്ലുവിളിക്കുകയാണ്. നമുക്കൊരു ബലി അർപ്പിക്കാം. ഏത് ബലിയാണ് സ്വീകരിക്കപ്പെടുന്നത് ആ ദൈവമായിരിക്കും സത്യദൈവം.
എന്നാലോചിച്ച് നോക്കിയേ, ഇസ്രായേൽക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ബലിപീഠം ഒരുക്കുകയാണ്. ഈ ബാൽദേവന്റെ പുരോഹിതന്മാരെല്ലാവരും ഒരു ബലിപീഠം ഒരുക്കി. രാവിലെ തുടങ്ങി പ്രാർത്ഥന തുടങ്ങി, ഉച്ച കഴിഞ്ഞു, ഒരു രക്ഷയില്ല, ഒരു വ്യത്യാസവും. ഈ ഏലിയ പ്രവാചകൻ അവരെ കളിയാക്കുന്നുണ്ട്. എന്തെന്നാ പറയണത്? നിങ്ങൾ ഉറക്കെ വിളിച്ചു പറ, അല്ലെങ്കിൽ ബാൽദേവൻ ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കളിയാക്കിയിട്ടാണ് ഈ ഏലിയ പ്രവാചകൻ ഈ കർത്താവിന്റെ ബലിപീഠം ഒരുക്കുന്നത്. അത് തല്ലി തകർത്ത് കളഞ്ഞ ബലിപീഠമാണ്. അത് വീണ്ടും ഒരുക്കി പുനർനിർമ്മിച്ച് അതിനകത്ത് ഈ കാളയെ അറുത്ത് വെക്കുകയാണ്. വിറക് വെച്ചതിന് ശേഷം പ്രവാചകൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് 4 കുടം വെള്ളം വീതം ഒഴിക്കുകയാണ്, ഈ വിറകിന്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ വിറക് കത്തുവോ? തീ കെടുത്താനാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോ അഗ്നി വരുമോ? അപ്പൊ അത്രയ്ക്ക് വിശ്വാസം ഈ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നത്. അവസാനം പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ബലി സ്വീകരിക്കുന്നു. അതോടുകൂടി ആൾക്കാരൊക്കെ കൂടി, ജനങ്ങളെല്ലാം കൂടി ഈ ബാൽദേവന്റെ പുരോഹിതന്മാരെല്ലാം ഓടിച്ചിട്ട് പിടിച്ച് വാളിനിരയാക്കി. അങ്ങനെ ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമമാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ളത്. ഇസ്രായേൽ ജനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏകദൈവ വിശ്വാസത്തിന്റെ തുടക്കം ഇസ്രായേലാണ്. ലോകത്തിലെ ഏകദൈവ വിശ്വാസത്തിന്റെ തുടക്കം ഇസ്രായേലാണ്. ഏക സത്യദൈവത്തിലാണ് ഇസ്രായേൽ വിശ്വസിച്ചത്. നമ്മള് മോണോതെയിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മള് 3-ാം ക്ലാസ്സിൽ പഠിച്ചു, 4-ാം ക്ലാസ്സിൽ പഠിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഏകദൈവം. ഒരു സത്തയുടെ 3 വ്യക്തിത്വങ്ങൾ. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോ ആ ഒരു സത്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കൽപ്പന നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവിക പുണ്യങ്ങളായ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുക, എല്ലാത്തിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. ആ ദൈവിക പുണ്യങ്ങളുടെ ഒരു പൂർത്തീകരണം ഒന്നാമത്തെ കൽപ്പനയിൽ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന ഒരു പ്രശ്നം, നമ്മളിപ്പോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നൊവേന കൂടാൻ പോകും, അന്തോണിസിന്റെ നൊവേന. അതേപോലെ പല വിശുദ്ധരുടെയും നൊവേന നമ്മൾ കൂടാറുണ്ട്. അപ്പോൾ വിശുദ്ധരെ ആരാധിക്കാവോ? ആരാധിക്കാൻ പാടില്ല. അവരെ വണങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആരാണ് ഈ വിശുദ്ധര്? ഈ വിശുദ്ധര് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം, യേശുവിന്റെ ജനനം, മരണം, ഉത്ഥാനം, ഇത് വിശ്വസ്തയോടെ ജീവിച്ച് വിജയം വരിച്ചവരാണ് ഈ വിശുദ്ധര്. ഓക്കെ, യേശുനാഥന്റെ ജനനം, മരണം, ഉത്ഥാനം, ഇത് വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് ഈ വിശുദ്ധര്. അതുകൊണ്ടാണ് അവരെ നമ്മൾ മാതൃകയും പ്രചോദനവുമായിട്ട് സ്വീകരിച്ച് വണങ്ങുന്നത്. ഓക്കെ, അപ്പൊ വിശുദ്ധരെ വണങ്ങുക, ദൈവത്തെ മാത്രം ആരാധിക്കുക. ഈ 3 ലാറ്റിൻ ടേമുകളുണ്ട് ഇതിന് നമ്മൾ പറയുന്നത്: ലാത്രിയ, ധൂളിയ, ഹൈപ്പർ ധൂളിയ. ലാത്രിയ, ധൂളിയ, ഹൈപ്പർ ധൂളിയ. അപ്പോ ഇതിനകത്ത് ലാത്രിയ ദൈവത്തിന് മാത്രം, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. ധൂളിയ വണങ്ങുക എന്നുള്ളത് പ്രവാചകന്മാരെ. ഹൈപ്പർ ധൂളിയ ആർക്കാണ്? നമ്മളുടെ ദൈവത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ അതിവണക്കം നൽകുന്നു. പരിശുദ്ധ കന്യാമറിയം, എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തെ അതിവണക്കം നൽകുന്നത്? മറിയം ദൈവത്തിന്റെ അമ്മയായതുകൊണ്ട് നമ്മൾ മറിയത്തിന് അതിവണക്കം നൽകുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിതത്തിൽ ഓർക്കണം. ഏകദൈവ വിശ്വാസമാണ്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. വിശുദ്ധന്മാരെ നമ്മൾ വണങ്ങുക, മറിയത്തിന് നമ്മൾ അതിവണക്കം നൽകുക. തിരുസഭ നമുക്ക് വിശുദ്ധരെ നൽകിയിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് മാതൃകയും പ്രചോദനവുമായിട്ടാണ് തിരുസഭ നമുക്ക് വിശുദ്ധരെ നൽകിയിട്ടുള്ളത്. അവര് യേശുവിന്റെ പെസഹ രഹസ്യം ജീവിച്ച് വിജയം കൈവരിച്ചവരാണ്. പെസഹ രഹസ്യം വിജയപ്രദമായിട്ട് ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധര്. അതുകൊണ്ട് നമ്മൾ അവരെ മാതൃകയും പ്രചോദനവുമായിട്ട് നമ്മൾ നൽകുന്നു. ഇനി നമ്മളുടെ ഈ 1-ാമത്തെ കൽപ്പന നമ്മളോട് മറ്റു ചില കാര്യങ്ങളും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ സൃഷ്ടവസ്തുക്കൾക്കും വ്യക്തികൾക്കും ഉപരിയായിട്ട് ദൈവത്തിന് സ്ഥാനം നൽകുക.
നമ്മളിപ്പോ ചില കുട്ടികളെല്ലാം ഉണ്ട്, ചിലപ്പോ നല്ല ഫുട്ബോൾ കളിക്കാരനായിരിക്കും, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഫുട്ബോൾ ആയിരിക്കും. പക്ഷെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഫുട്ബോളിനെ സ്നേഹിക്കാവോ? പാടില്ല. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഫുട്ബോളിനെ സ്നേഹിക്കാൻ പാടില്ല. ഇനി വേറൊരു കുട്ടി ഈ മമ്മൂട്ടിയുടെ സിനിമകൾ മാത്രമേ കാണുള്ളൂ. മമ്മൂട്ടി ഭയങ്കര ഇഷ്ടമാണ്, മുറിയിലൊക്കെ മമ്മൂട്ടിയുടെ പടമൊക്കെ വെച്ചിട്ട് ഇരിക്കാൻ. മമ്മൂട്ടിക്ക് ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹം നൽകാൻ സാധിക്കുമോ? പാടില്ല. ദൈവത്തിനാണ് പ്രഥമ സ്ഥാനം. ഇപ്പോൾ നമ്മളുടെ അടുത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഈ സിനിമ നടന്മാർക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി പൂജിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് അത്രയും വന്നിട്ടില്ല. അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, നമ്മൾ ഒരു കാരണവശാലും ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം മറ്റുള്ളവർക്ക് നൽകരുത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏറ്റവും അടുത്ത കൂട്ടുകാരനുണ്ട്. ജോണിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആന്റണി. ഈ ആന്റണിയെ മാത്രമേ ഇഷ്ടമുള്ളൂ. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ അവൻ വിളിക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് വരെ ഇറങ്ങിച്ചില്ലും. അങ്ങനെയാണെങ്കിലോ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് നൽകാവോ? പാടില്ല. അപ്പോൾ ഏകദൈവ വിശ്വാസം എന്ന് തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാത്തിനും ഉപരിയായി നമ്മളുടെ സകല ചുറ്റുപാടുകൾക്ക് ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. അതിനുപരിയായിട്ട് ഒരു സ്നേഹം നമുക്ക് വരാൻ പാടില്ല. അപ്പോൾ സൃഷ്ട വസ്തുക്കൾക്കും വ്യക്തികൾക്കും ഉപരിയായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, ആരാധിക്കുകയും ചെയ്യണം. ഇനി ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. ഓക്കെ, ദൈവത്തോട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പരീക്ഷയിൽ നന്നായിട്ട് ജയിക്കുകയാണെങ്കിൽ ഞാൻ നാളെ മുതൽ മുടങ്ങാതെ കുർബാനയ്ക്ക് വന്നോളാം. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള വ്യക്തികൾ, സ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, വിശുദ്ധ വസ്തുക്കൾ എന്നിവയുടെ ആദരവ് പ്രകടിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ നമ്മൾ വല്ലാർപാടം തീർത്ഥാടനം നടത്താറുണ്ട്. അപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. ദൈവവിശ്വാസത്തിന് നിരക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ അവരുടെ പ്രാർത്ഥന നടക്കുകയാണ്, അതിനകത്ത് നമ്മൾ പങ്കെടുക്കുകയും അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുകയാണെങ്കിലോ ഓക്കെ, അവരുടെ മറ്റൊരു വിശ്വാസത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ അപ്പോൾ ദൈവവിശ്വാസത്തിന് നിരക്കാത്ത ആചാരങ്ങളിലൊന്നും നമ്മൾ ചെന്നപ്പെടരുത്. ഓക്കെ, അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യരുത്. നിരീശ്വരവാദം എന്ന് പറയുന്നത് ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു വാദമാണ് നിരീശ്വരവാദം. ഓക്കെ, ഇപ്പോ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമുണ്ട്. അതൊക്കെയാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വരനില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു നിരീശ്വരവാദം നമുക്ക് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. വിഗ്രഹാരാധന, ഇനി വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ആരാധിക്കുക. ഇപ്പോൾ പല മതവിശ്വാസങ്ങളിലും വിഗ്രഹങ്ങളെ വെച്ചിട്ട് ആരാധിക്കുന്ന ചടങ്ങുകളുണ്ട്. നമ്മൾ അതിനകത്ത് പോയിട്ട് നമ്മൾ അത് വിശ്വസിക്കുകയാണെങ്കിലോ അപ്പോൾ ആഹാബ് രാജാവിന് പറ്റിയതുപോലെ തന്നെയാവും, ബാൽദേവനെ ആരാധിക്കാൻ പറഞ്ഞതുപോലെ തന്നെയാവും. ഇനി മന്ത്രവാദം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ ഈവിൾ സ്പിരിറ്റിനെ ആവാഹിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഈ പെട്ടെന്ന് പണക്കാരാകാനായിട്ട് ചില ആൾക്കാരെല്ലാം അനുവർത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അത് നമുക്ക് കൂടാമോ? മന്ത്രവാദത്തിൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അന്ധവിശ്വാസം, ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പൂച്ചവട്ടം ചാടി ഉടനെ പറയണം ഇല്ല ഇന്ന് ഞാൻ പോകുന്നില്ല, ഇന്ന് പരീക്ഷ ഞാൻ എഴുതിയാൽ തോറ്റുപോകും എന്നൊക്കെ പറയുകയാണെങ്കിലോ അതൊരു അന്ധവിശ്വാസമാണ്. അപ്പോൾ അന്ധവിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. ദൈവത്തെ ദുഷിച്ച് സംസാരിക്കുക, ഈ ഇതിനെല്ലാം കാരണം ദൈവമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മൾ ദൈവത്തെ നിന്ദിക്കരുത്. ഇനി ശക്തികളെ ആവാഹിക്കരുത്, സാത്താൻ പൂജ നടത്തരുത്. ഓക്കെ, ഏതെങ്കിലും കാരണവശാല് നമ്മള് ഈ ചില കളികളെല്ലാം ഉണ്ട്, ഈ സാത്താനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളികളുണ്ട്, അതിനകത്തൊന്നും ചെന്നപ്പെടരുത്. ഓക്കെ, അത് ദൈവകോപം വിളിച്ചു വരുത്തും. ഇനി ആരാധന നമ്മൾ ദൈവത്തിന് മാത്രമേ നൽകാവൂ. വിശുദ്ധരെ നമ്മൾ വണങ്ങുകയാണ് ചെയ്യുന്നത്. ഈ പെസഹ രഹസ്യം വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധര്. യേശുവിന്റെ ജനനവും മരണവും ഉത്ഥാനവും വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധര്. ദൈവത്തിന്റെ തിരുവേഷം നിറവേറ്റുകയും സഹോദര സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ആ രീതിയിൽ ജീവിച്ചവരാണ് ഈ വിശുദ്ധര്. ദൈവത്തിന്റെ തിരുവേഷം നിറവേറ്റുകയും സഹോദര സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തവരാണ് വിശുദ്ധര്. അവര് നമുക്ക് മാതൃകയും പ്രചോദനവുമായിട്ടാണ് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർദൂളിയ മറ്റ് വിശുദ്ധരെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകുന്നത്. നമ്മളിപ്പോൾ വൈകിട്ട് കൊന്തയെല്ലാം ചൊല്ലും. ചില വീടുകളിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ കൊന്തയെല്ലുന്ന പതിവുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല കാര്യമാണ്. അപ്പോൾ മറിയത്തിന് നമ്മൾ മറ്റു വിശുദ്ധരെക്കാൾ കൂടുതൽ
വണക്കം നൽകുന്നു, അതിവണക്കം നൽകുന്നു. ഇനി ആകാശത്തെയും ഭൂമിയെയും നമ്മളെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവം ഏകദൈവമാണ്. ആ ദൈവത്തിന് നമ്മൾ പ്രതിസ്നേഹം നൽകാനായിട്ട് നമുക്ക് കടമയുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രതിസ്നേഹം പ്രകടിപ്പിക്കണം. ഓക്കെ, നമ്മൾ ഇനി ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എന്തായിരുന്നു ഏലിയായുടെ പ്രാർത്ഥന? എന്തായിരുന്നു ഏലിയായുടെ പ്രാർത്ഥന? അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് ഏലിയ പ്രാർത്ഥന തുടങ്ങുന്നത്. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഇവർ മനസ്സിലാക്കുന്നതിന് എനിക്ക് ഉത്തരമരുളണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഇവർ, ഈ ഇസ്രായേൽ ജനങ്ങൾ, അവർ ബാലിന്റെ പുറകെ പോവുകയാണ്. അവരൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങ് എനിക്ക് ഉത്തരം നൽകണമേ. അപ്പൊ എങ്ങനെയാണ് ഏലിയ പ്രാർത്ഥിച്ചത്? ഏലിയ ബലി വസ്തു എല്ലാം തയ്യാറാക്കിയതിനു ശേഷം പ്രാർത്ഥിക്കുകയാണ്. അബ്രഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണം. അബ്രഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഇവർ മനസ്സിലാക്കുന്നതിന് എനിക്ക് ഉത്തരമരുളണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഇവർ, ഈ കൂടിയിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് ഉത്തരമരുളണമേ. ഇനി ആരാധനയും വണക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരാധന ആർക്കുള്ളതാണ്? ശരിയാണ്, ദൈവത്തിന് മാത്രമുള്ളതാണ് ആരാധന. ഓക്കെ, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. വിശുദ്ധരെയാണ് നമ്മൾ വണങ്ങുന്നത്. വിശുദ്ധരെയാണ് നമ്മൾ വണങ്ങുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്, വിശുദ്ധരെയാണ് നമ്മൾ വണങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഒന്നാമത്തെ കൽപ്പന നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുക. ഓക്കെ, അവിടുത്തെ മാത്രം പ്രത്യാശ വയ്ക്കുക, എല്ലാറ്റിലും ഉപരിയായി അവിടുത്തെ സ്നേഹിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുത്തെ മാത്രം പ്രത്യാശ വയ്ക്കുക, എല്ലാത്തിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. ഓക്കെ, ഇനി ദൈവസ്നേഹത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും യേശു പഠിപ്പിച്ചത് എന്താണ്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഓക്കെ, എന്താണ് പറഞ്ഞത്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിലാണത് യേശുനാഥൻ നമ്മളോട് പറയുന്നത്. ഇനി തിരുസഭ നമുക്ക് വിശുദ്ധരെ നൽകിയിരിക്കുന്ന എന്തിനാണ്? യേശുവിന്റെ രഹസ്യം വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധർ. ഓക്കെ, അപ്പോൾ നമ്മൾ അവരെ പ്രചോദനവും മാതൃകയുമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് തിരുസഭ നമുക്ക് അവരെ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വിശുദ്ധരെ നൽകിയിരിക്കുന്നത് നമുക്ക് പ്രചോദനവും മാതൃകയുമായിട്ടാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രവർത്തനത്തിലേക്ക് പോകാം. പെസഹ രഹസ്യം വിശ്വസ്തയോടെ ജീവിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനുണ്ടാവും. ഇപ്പൊ ആന്റണിയുടെ വിശുദ്ധൻ സെന്റ് ആന്റണി ആയിരിക്കാം. ഓക്കെ, ജോണിന്റെ വിശുദ്ധൻ സെന്റ് ജോൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇനി എലിയ സംഭവത്തെ ആധാരമാക്കി കർത്താവ് ഏകസത്യ ദൈവമാണെന്ന് തെളിയിക്കുന്ന ഒരു കഥയോ കവിതയോ നാടകമോ എഴുതുക. ഇപ്പൊ നമ്മുടെ ഏലിയ പ്രവാചകന്റെ ആ ബലി കണ്ടല്ലോ, അതിനെ ആധാരമാക്കി കർത്താവ് ഏകസത്യ ദൈവമാണ് തെളിയിക്കുന്ന ഒരു കഥയോ കവിതയോ നാടകമോ എഴുതുക. ഓക്കെ, ഇനി നമുക്കൊരു പ്രാർത്ഥന ചൊല്ലാം. നമുക്ക് കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വളരെ വിശ്വാസത്തോടു കൂടി നമ്മുടെ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ മാത്രമേ ആരാധിക്കൂ എന്നുള്ള ദൃഢ പ്രതിജ്ഞയോടുകൂടി ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, പറയൂ, ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയെ മാത്രം ആരാധിക്കാനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയെ മാത്രം ആരാധിക്കാനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായോ? നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 3 പ്രവർത്തനങ്ങളുണ്ട്. ഈ 3 പ്രവർത്തനങ്ങളും ചെയ്ത് ക്ലാസ് തുറന്നു കഴിയുമ്പോൾ മതപാഠ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മളുടെ അധ്യാപകരെ ഏൽപ്പിക്കണം. ചെയ്യോ? നിങ്ങളെല്ലാം നല്ല മിടുക്കികളുമാണ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ 2 പാഠങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്, ഒന്ന് ദൈവപ്രമാണങ്ങളാണ് നിത്യജീവനിലേക്കുള്ള വഴി നമുക്ക് തുറന്നു തരുന്നത്. രണ്ടാമത്തേത്, ആകെ നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ,
ഏകദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് പോലെ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പറയാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ആർജിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.